നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ 22 വെള്ളിയാഴ്ച, അശ്വതി നക്ഷത്രം, ചന്ദ്രൻ മേടം രാശിയിൽ. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ പൊതുവെ ശരീരത്തിനും മനസ്സിനും നല്ല സുഖം തോന്നുന്ന ദിവസമാണ്. നന്നായി തങ്ങളുടെ ജോലിയിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന ദിവസം, സാമ്പത്തികമായി ഗുണമുള്ള ദിവസം, പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയവും ആത്മവിശ്വാസവും പ്രകടമാകുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പൊതുവെ ഇവർക്ക് ഗുണകരമാണ്. എല്ലാ വ്യക്തികളുമായും നല്ല രീതിയിൽ ഇടപഴകാൻ സാധിക്കുന്നു. കുടുംബത്തിലുമൊക്കെ സമാധാനവും സന്തുഷ്ടിയും ഉണ്ടാകുന്നു. ഗുണകരം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവൽപ്പം കൂടിയിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനത. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല നിയന്ത്രണമുണ്ടാവണം. അനാമത്ത് ചിലവുകൾ ഉണ്ടാകാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. പ്രവർത്തനങ്ങളിലും ഇതുപോലെ തന്നെ ഗുണകരമല്ലാത്ത അവസ്ഥയിലേക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. യാത്ര മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായി വരവ് താരതമ്യേന ഭേദമാണ്. എന്നാൽ ചിലവ് അധികരിച്ചിരിക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കുക. മിഥുനം രാശി. മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ സർവ്വകാര്യങ്ങളിലും ഇന്നിവർക്ക് വിജയമുണ്ടാകുന്നു. ആത്മവിശ്വാസത്തോടു കൂടി ഓരോ കാര്യങ്ങളിലും ഇന്നിവർക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത് കൊണ്ട് പ്രവർത്തനങ്ങളിൽ നല്ല വിജയവും മികവും കാണുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കർമ്മ മേഖലയിൽ ഇവരുടെ ഇന്നത്തെ ദിവസം വളരെ പ്രയോജനപ്രദമാണ്. മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ദിവസം. കർക്കിടകം രാശി. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കും ഇന്ന് തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ സജീവമാകുന്ന ദിവസമാണ്. സാമ്പത്തികമായി നല്ല വിജയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നറുക്കെടുപ്പിലോ മറ്റോ ഒക്കെ പങ്കെടുത്താൽ ഇന്ന് വിജയിക്കുമെന്ന് കാണുന്നുണ്ട്. ഉപഹാരമായി വസ്ത്രമോ അതുപോലെ മറ്റേതെങ്കിലും വിലപിടിപ്പുള്ള സമ്മാനമോ കിട്ടുന്ന ദിവസമാണ്. യാത്ര വളരെ വിജയകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്. പൊതുവെ ഗുണകരമാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് പിതാവിന് നേരിയ തോതിലുള്ള അവസ്ഥയോ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാം. അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ചെറിയ അവശത കാണുന്നു. ഒരുപക്ഷെ അത് സാമ്പത്തികമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമോ ആകാം. രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ദോഷമൊന്നും ഉണ്ടാവില്ല. യാത്ര തടസ്സപ്പെടാം. മറ്റൊരു ദിവസത്തേക്ക് പ്രധാനപ്പെട്ട കർമ്മങ്ങൾ മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. തങ്ങളുടെ പ്രവർത്തന മേഖലയിലും ചില പ്രത്യേക വൈമനസ്യങ്ങളോ വൈഷമ്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും കർമ്മമേഖലയിലെ തടസ്സം, അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലും കിട്ടാനുള്ള അവസ്ഥ ഇന്ന് കാണുന്നില്ല. പൊതുവെ തരാം എന്ന് ഏറ്റിരുന്നവർ ചിലപ്പോൾ ഒരു ദിവസത്തെ അവധി കൂടി മാറ്റിവെച്ചേക്കാം. അതുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ ഇന്ന് ചില ദുർഘടസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി ഇവരിലേക്ക് സാമ്പത്തിക സഹായം എത്തുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ സാമ്പത്തിക കാര്യത്തിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. തുലാം രാശി. ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പൊതുവേ ഗുണകരമാണ്. ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നടക്കണം. ആഗ്രഹിച്ചിരുന്ന വ്യക്തികളെ കണ്ടെത്താൻ സാധിക്കുമെന്ന്. അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ ഒക്കെ അവർക്ക് അനുകൂലമായ വർത്തമാനങ്ങൾ കേൾക്കുന്ന ദിവസമാണെന്ന്. സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നു. യാത്ര അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. പ്രവർത്തന മേഖലയിലും ഇന്നിവർക്ക് തങ്ങളുടെ വിജയം കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നു. പൊതുവെ ഗുണകരം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം കടബാധ്യതയിൽ നിന്നൊരു താൽക്കാലിക മോചനം തന്നെയാണ്. അതുപോലെ ചില രോഗങ്ങളിൽ നിന്നും താൽക്കാലികമായ മുക്തി കിട്ടുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപെടാൻ സാധിക്കുന്നു. തങ്ങൾ അപേക്ഷിച്ചിരുന്ന കടവായ്പ അതൊക്കെ തിരിച്ചു കിട്ടുന്നതാണ്. അതിനുള്ള അപേക്ഷകൾ ഇന്നിവർക്ക് അനുവദനീയമായി മാറുന്നു. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. കലഹമൊക്കെ അവസാനിപ്പിച്ച് സുഹൃത്തുക്കൾ ഒരുമിക്കുകയും ചെയ്യുന്നു. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ
മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം ചന്ദ്രനോടൊപ്പം ഇന്നിവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ മികവുണ്ടാകും. എന്നാൽ ഭാഗ്യത്തിന് നേരിയ തോതിലുള്ള തടസ്സമോ സന്താനങ്ങൾക്ക് ചെറിയ തോതിലുള്ള ശാരീരിക അവശതയോ ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾ ഒഴിച്ചു നിന്നാൽ സാമ്പത്തികമായ ഗുണമാണ്. മറ്റു കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലെ വൈമനസ്യമൊക്കെ മാറുന്നതാണ്. പൊതുവെ ഭാഗികമായ ഗുണവും ഭാഗികമായ ദോഷവും ഇന്നിവർക്ക് അനുഭവപ്പെടാം. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. മാതാവിൻ്റെ കാര്യത്തിൽ ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടായേക്കാം. വളരെ നേരിയ തോതിലുള്ള ചെറിയ അസ്വസ്ഥതകളാണ്. അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ടും ചില അറ്റകുറ്റപ്പണികളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടാകുന്നത് കൊണ്ട് ഇന്നത്തെ യാത്ര ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ചില അകന്നു നിൽക്കലുകൾ വേണ്ടി വന്നേക്കാം. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. അപ്പോൾ ഭാഗികമായി ഗുണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ ദോഷമൊന്നും ഉണ്ടാകാത്തതുകൊണ്ട്. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഊർജ്ജസ്വലമായി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇറങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ മടി അവസാനിപ്പിച്ച് കർമ്മമേഖല കുറച്ചുകൂടി പുഷ്ടി പ്രാപിക്കുന്നു. സാമ്പത്തികമായ നേട്ടത്തിന് ഇത് കാരണമാകുന്നു. ബന്ധുമിത്രാദികളെയും അതുപോലെ സഹോദരങ്ങളെയും ഒക്കെ സഹായിക്കാൻ സാധിക്കുന്നു. അവരിൽ നിന്നും തിരിച്ച് സഹായ സഹകരണങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. പൊതുവെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ പോലും ഇന്ന് ഗുണകരമായി മാറുന്നു. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ലെങ്കിലും തൊട്ട് അയൽപക്കത്തുള്ളവരുമായോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളവരുമായിട്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ചിലപ്പോൾ അത് കലഹത്തിലേക്ക് നീങ്ങാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വളരെ സ്പീഡിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക. ചൂട് സഹിക്കാൻ വയ്യാത്ത ചില അവസ്ഥകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ അത് ആന്തരിക സംഘർഷത്തിൻ്റെ ഭാഗമാണ്. കാര്യങ്ങൾ വളരെ നിയന്ത്രിക്കുക. ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം മറ്റൊരു ദിവസം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.